ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കാൻ പോകുന്നത്. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ കണ്ടിരുന്നു. നമുക്കിത് ഒന്നാമത്തെ പാഠത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പാഠത്തിന്റെ പേര് സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ് അല്ലെങ്കിൽ സർവവും സൂര്യനാൽ എന്ന പാഠഭാഗമാണ്. നമുക്കറിയാം, ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സാണ് സൂര്യൻ, അല്ലേ? നമുക്ക് ഒരു ദിവസം സൂര്യനില്ലാതെ ഒരു ദിവസം സങ്കല്പിക്കാൻ പറ്റില്ല. ഭൂമിയിൽ പ്രകാശ സംശ്ലേഷണമാണെങ്കിലും സസ്യങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും എല്ലാവർക്കും നമുക്ക് ശരീരത്തിന് വിറ്റാമിൻ ഡി ഇതിനെല്ലാം ആവശ്യം സൂര്യനാണ്. അപ്പോൾ സൂര്യനില്ലാതെ ഒരു ദിവസം അല്ലെങ്കിൽ രാത്രി പകലുകൾ, അതേപോലെ ഈ മഴ, ഈ ഋതുക്കൾ, ഈ ക്ലൈമറ്റുകൾ എല്ലാം ഉണ്ടാകുന്നത് ഈ സൂര്യൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സൂര്യനില്ലാതെ ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്. അതായത് ഭൂമിയുടെ സോൾ എനർജി സോഴ്സാണ് എന്ന് പറയുന്നത് സൺ. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലും ഭൂമിക്കും ഏറ്റവും അത്യാവശ്യപ്പെട്ട ഘടകമാണ് സൂര്യൻ. ഈ സൂര്യൻ എങ്ങനെയാണ് നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്, സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റും 20 സെക്കൻഡും ആവശ്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8 മിനിറ്റും 20 സെക്കൻഡും കൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. നോക്കാം, ഇത് ഭൂമിയുടെ സർഫസാണ്, എർത്ത് സർഫസാണ്. അതേപോലെ സൂര്യൻ, ഈ സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്താനാണ് നമ്മൾ പറഞ്ഞത് എത്ര മിനിറ്റ് വേണമെന്ന്? 8 മിനിറ്റും 20 സെക്കൻഡും ആവശ്യമാണെന്ന് പറഞ്ഞു. 8 മിനിറ്റും 20 സെക്കൻഡും ആവശ്യമാണ്. ഈ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസൊലേഷൻ. എന്താണെന്ന് വിളിക്കുന്നു? ഇൻസൊലേഷൻ അല്ലെങ്കിൽ സൗര വികിരണം എന്ന് പറയുന്നു. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? ഇൻസുലേഷൻ അല്ലെങ്കിൽ സൗരവികിരണം എന്ന് വിളിക്കുന്നത്. ഈ സൗരവികിരണത്തിന് വേണ്ട സമയമാണ് നമ്മൾ പറഞ്ഞത് എത്രയാണ്? 8 മിനിറ്റും 20 സെക്കൻഡും. 8 മിനിറ്റും 20 സെക്കൻഡും കൊണ്ടാണ് സൂര്യപ്രകാശം എവിടെ എത്തുന്നത്? ഭൂമിയിലേക്ക് എത്തുന്നത്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേഷൻ അല്ലെങ്കിൽ സൗരവികിരണം. ഈ സൗരവികിരണം സംഭവിക്കുമ്പോൾ സൂര്യരശ്മികൾ ഏത് വേവ്സിലാണെന്ന് വെച്ചാൽ അത് ഷോർട്ട് വേവ്സ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നു? ഷോർട്ട് വേവ്സ് എന്ന് വിളിക്കുന്നു. ഷോർട്ട് വേവ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ തരംഗദൈർഘ്യം കുറഞ്ഞ വേവ്സ് ആയിട്ടാണ് സൂര്യപ്രകാശം എവിടേക്ക് എത്തുന്നത്? ഭൂമിയിലേക്ക് എത്തുന്നത്. എത്ര മിനിറ്റ് കൊണ്ട്? 8 മിനിറ്റ് കൊണ്ട്. 8 മിനിറ്റും 20 സെക്കൻഡും. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ നമ്മൾ എന്താന്ന് വിളിച്ചു? സൗരവികിരണം. അപ്പോൾ സൗരവികിരണം സംഭവിക്കുന്ന എപ്പോൾ തൊട്ടാണ്? സൂര്യോദയം മുതൽ, സൺറൈസ് മുതൽ. എപ്പോഴാണ് അവസാനിക്കുന്നത്? സൺസെറ്റ്, അതായത് അസ്തമയം വരെ. അപ്പോൾ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ഈ സൂര്യപ്രകാശത്തിന്റെ ഈ കടന്നുവരവാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ സൂര്യന്റെ ഈ ഊർജ്ജമാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ആക്കുന്നത്, ഭൂമി എന്ത് ചെയ്യുന്നത്? ചൂടാക്കുന്നത്. വളരെ മനസ്സിലായല്ലോ. അപ്പോൾ ഇൻസുലേഷന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്? എർത്ത് എന്ത് ചെയ്യുന്നത്? ചൂടാവുന്നത്. എന്താണ് ഇൻസുലേഷൻ? സോളാർ എനർജി റീച്ചസ് ഇൻ ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. സോളാർ എനർജി നമ്മുടെ എർത്ത് സർഫസിലേക്ക് ഷോർട്ട് വേവ്സ് ആയിട്ട് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നു. ഇൻസുലേഷൻ. എന്ത് തരം വേവ്സ് ആയിട്ടാണ് ഇത് ഇവിടേക്ക് എത്തുന്നത്? ഷോർട്ട് വേവ്സ് ആയിട്ട്. എത്ര മിനിറ്റ് കൊണ്ടാണ്? 8 മിനിറ്റും 20 സെക്കൻഡും കൊണ്ടാണ് ഈ സോളാർ എനർജി എവിടേക്ക് എത്തുന്നത്? നമ്മുടെ എർത്തിലേക്ക് എത്തുന്നത്. അടുത്തതായി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ എർത്ത് സർഫസ് ചൂടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? നമ്മുടെ സോളാർ എനർജി ഭൂമിയിലേക്ക് വന്നാണ് നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നത്? ചൂടാവുന്നതെന്ന് പറഞ്ഞു. ഈ എർത്ത് ഹീറ്റ് ആവുന്നത് അല്ലെങ്കിൽ എർത്ത് ചൂടാവുന്നത് പ്രധാനമായും 4 വിധത്തിലാണ്. എത്ര വിധത്തിലാണ്? 4 വിധത്തിൽ. ഒന്നാമത്തെ പ്രോസസ്സിന്റെ പേരാണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രോസസ്സാണ് കണ്ടക്ഷൻ. 2 കൺവെക്ഷൻ. 3 അഡ്വെക്ഷൻ. 4 ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ ഭൂമി ചൂടാവുന്ന പ്രോസസ്സിൽ പ്രധാനമായും എത്ര വിധത്തിലാണ്? 4 വിധത്തിലാണ്. കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം. അതിന്റെ പേരെന്താണ്? താപചാലനം. 2 അടുത്തത് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം.
അടുത്തതായി അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവഹനം. നാലാമത്തെ പ്രോസസ്സാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമ വികിരണം. നമ്മൾ പറഞ്ഞു ഹ്രസ്വ തരംഗങ്ങളായി അല്ലെങ്കിൽ ഷോർട്ട് വേവ്സ് ആയിട്ട് സോളാർ എനർജി എർത്തിലേക്ക് റീച്ച് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചത് ഇൻസൊലേഷൻ അല്ലെങ്കിൽ സൗരവികിരണം എന്ന് പറഞ്ഞത്. സൗരവികിരണത്തിന്റെ ഫലമായി സോളാർ എനർജി എർത്തിലേക്ക് എത്തുന്നു. എപ്പോൾ മുതൽ? സൺറൈസ് മുതൽ സൺസെറ്റ് വരെ. ഇങ്ങനെയുള്ള സോളാർ എനർജി എർത്തിലേക്ക് വന്നതിന് ശേഷം എർത്ത് ചൂടാവുന്നു. ഈ ചൂടാവുന്നത് എത്ര വിധത്തിലാണെങ്കിൽ എത്രയൊക്കെ പ്രോസസ്സിലാണെന്ന് വെച്ചാൽ പ്രധാനമായും 4 പ്രോസസ്സുകളാണ്. ഒന്ന് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം, കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം, അതേപോലെ അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവഹനം, അടുത്തതായി ലാസ്റ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമ വികിരണം. ഇനി നമുക്ക് ഓരോന്നിനെ പറ്റി പ്രധാനമായും ചർച്ച ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കയ്യിൽ വെച്ചേക്കുക. ടെക്സ്റ്റിൽ ഇതിന്റെ ചെറിയ ചിത്രം കൂടി ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റും കൂടി കയ്യിൽ എന്ത് ചെയ്യുക, കയ്യിൽ വെച്ചേക്കുക. ഒന്നാമത്തെ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സാണ് താപചാലനം അല്ലെങ്കിൽ താപചാലനം. എന്താണ് താപചാലനം? നമ്മൾ സാധാരണയായി നമുക്ക് അനുഭവപ്പെടുന്ന ചൂടാണ്. നമ്മൾ ഒരു റൂഫിംഗ് ഷീറ്റിന്റെ അടിയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂട് അനുഭവപ്പെടാറുണ്ട്. ഈ പ്രോസസ്സാണ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ എർത്ത് സർഫസ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ എർത്ത് സർഫസ്, നമ്മുടെ സോളാർ എനർജി, നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഇൻസുലേഷൻ പ്രോസസ്സിന്റെ ഫലമായി നമ്മുടെ സോളാർ എനർജി എർത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ ഈ എർത്ത് സർഫസ് എന്തായി കഴിഞ്ഞു? ഹീറ്റായി. ഈ എർത്ത് സർഫസ് എന്തായി? ഹീറ്റായി. ഈ ഹീറ്റ് ആയതിനു ശേഷം ഇവിടെയുള്ള ഈ ഹീറ്റ് ഇതിനോട് ചേർന്ന് കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് ഈ ഹീറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? എവിടേക്ക് വ്യാപിക്കുന്നു? ഈ എർത്ത് സർഫസിനോട് ചേർന്ന് കാണപ്പെടുന്ന ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഈ ഹീറ്റ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ആകുന്നു. ഈ പ്രോസസ്സിനെ അല്ലെങ്കിൽ വ്യാപിക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. എന്താണ് കണ്ടക്ഷൻ? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ദാറ്റ് പാർട്ട് ഓഫ് atmosphere close to the hot surface of the earth. അതായത് ചൂടായ ഹോട്ട് സർഫസ് നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന് കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഹീറ്റ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഹീറ്റ് വ്യാപിക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ചൂടായ ഭൗമ ഉപരിതലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം. നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ ഷീറ്റിന്റെ അടിയിൽ ഇരിക്കുകയാണ്, ഷീറ്റ് ചൂടായി, അതിനുശേഷം ആ ചൂട് എവിടേക്ക് വ്യാപിക്കും? നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് ആ ചൂട് എന്ത് ചെയ്യും? വ്യാപിക്കും. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം. ഒന്നാമത്തെ പ്രോസസ് മനസ്സിലായല്ലോ. എന്താണ് താപചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് വെച്ചാൽ heat is transferred to the part of atmosphere close to the hot surface of the earth. ചൂടായ ഭൗമോപരിതലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. വ്യാപിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സാണ് സംവഹനം. എന്താണെന്ന് നോക്കാം. heated air expands and rise up. അതായത് ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്?
കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. സംവഹനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലെ ഏത് ഒബ്ജക്റ്റിനെയും പോലെ തന്നെ, അതായത് ഏത് ഒബ്ജക്റ്റിനെയും പോലെ തന്നെ വായു എയറും ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ചൂടാവുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ബലൂൺ, ചൂടായ ബലൂൺ എന്ത് ചെയ്യാറുണ്ട്, പൊട്ടിത്തെറിക്കും. അതേപോലെ തന്നെ പൊട്ടാറുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഹീറ്റഡ് എയർ, ചൂടായ എയർ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. വായു ചൂടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്ത് അത് എവിടേക്ക് പോകും, മുകളിലേക്ക് പോകും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. നോക്കാം, ചിത്രമുണ്ട്. ഇതാണ് നമ്മുടെ എർത്ത് സർഫസ്. ഈ എർത്ത് സർഫസിൽ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെ ഇൻസുലേഷന്റെ ഫലമായിട്ട് നമ്മുടെ എർത്ത് സർഫസ് എന്താണ് എർത്ത് സർഫസ് ചൂടായി. ഇവിടുത്തെ എയർ എന്തായി, ചൂടായില്ലേ. ഈ ചൂടായ എയർ എവിടേക്ക് പോകുന്നു, ചൂടായ എയർ മുകളിലേക്ക് പോകുന്നു. ചൂടായ എയർ മുകളിലേക്ക് പോകുന്ന ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺവെക്ഷൻ. ഹീറ്റഡ് എയർ എക്സ്പാൻസ്, ചൂടായ വായു എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് റൈസ് അപ്പ്, ആൻഡ് മുകളിലേക്ക് പോകുന്നു. ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് കൺവെക്ഷൻ? ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസ് അപ്പ്, ചൂടായ വായു എന്ത് ചെയ്യുന്നു, വികസിച്ച് മുകളിലേക്ക് പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. അടുത്ത പ്രോസസ്സ് എന്താണ്, അഡ്വെക്ഷൻ അല്ലെ. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ്, അല്ലെങ്കിൽ അഡ്വെക്ഷൻ, അല്ലെങ്കിൽ ഇതിന്റെ മലയാള വാക്ക് അഭിവാഹനം. അതായത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. കാറ്റിലൂടെ എങ്ങനെയാണ് താപം വ്യാപിക്കുന്നത്? ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ്. ഇതാ നോക്കാം, ഇത് കാണാൻ സാധിക്കുന്ന വിശ്വസിക്കുന്നു. നമ്മുടെ എർത്ത് സർഫസാണ്. നമ്മുടെ ഈ എർത്ത് സർഫസ് ഈ ഭാഗം എന്ത് ചെയ്തിരിക്കുന്നു, ചൂടായി. നമ്മൾ നേരത്തെ പറഞ്ഞു എയർ എന്ത് ചെയ്തു, ചൂടായി വിചാരിക്കാം. ഈ ചൂടായതിനു ശേഷം ഇവിടെ നിന്ന് വീശുന്ന ഒരു കാറ്റ് എങ്ങനെയുള്ള കാറ്റായിരിക്കും, ചൂടായ കാറ്റായിരിക്കും. ഇവിടെയുള്ള ഹോട്ട് എയർ ആയിരിക്കും അല്ലെ. ഇവിടെയുള്ള എയർ എങ്ങനെയുള്ളതായിരിക്കും, ഈ ചൂട് ഇവിടെ നിന്ന് കാറ്റ് ആയിട്ട് പോകുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ആ മറ്റൊരു പ്രദേശത്തേക്ക് ചൂട് കൊണ്ടുപോകുന്നത് ഈ പ്രോസസ്സിലൂടെ അല്ലേ. ഒരിടത്ത് നിന്ന് ചൂടായ വായു മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തേക്കും ചൂട് എന്ത് ചെയ്യും, വ്യാപിക്കും. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ്. വിൻഡിലൂടെ, അതായത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവാഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് അഡ്വെക്ഷൻ. അതായത് ഒരു പ്രദേശത്ത് നിന്ന് വീശുന്ന ചൂടായ കാറ്റ് മറ്റൊരു പ്രദേശത്ത് ചൂട് എന്ത് ചെയ്യും, കൂട്ടും. ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഹീറ്റ് ചൂടാവുകയല്ലേ, അന്തരീക്ഷം ചൂടാവുകയല്ലേ. ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്വെക്ഷൻ. എന്താണ് അഡ്വെക്ഷൻ? 3 പ്രോസസ്സുകൾ മനസ്സിലായാൽ 3 പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് കണ്ടക്ഷൻ. എന്താണ്? ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ ഹോട്ട് സർഫസ് ഓഫ് ദ എർത്ത്. നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന് കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. രണ്ടാമത്തേത് കൺവെക്ഷൻ. എന്താണ് കൺവെക്ഷൻ? ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസ് അപ്പ്. അടുത്തത് അഡ്വെക്ഷൻ അല്ലെങ്കിൽ അഭിവാഹനം. എന്താണ്? ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ്. കാറ്റിലൂടെയുള്ള നമ്മുടെ ഹീറ്റിന്റെ ട്രാൻസ്ഫർ, ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ്. കാറ്റിലൂടെ ഈ താപം എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്നത് പറയുന്നത് അഡ്വെക്ഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ 3 ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സുകളും നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗത്താണ് ഹീറ്റ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ ഇനി പറയുന്നത് നമ്മൾ ഈ ലാസ്റ്റ് ഒന്നേ ഉള്ളൂ. അതേതാണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. മലയാള വാക്ക് ഭൗമ വികിരണം. ഇതുമായി സാമ്യമുള്ള ഒരു വാക്ക് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. എന്താണ്? സൗരവികിരണം അല്ലെ. ഏകദേശം ഈ സൗരവികിരണത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഭൗമവികിരണം. നമുക്ക് നോക്കാം.
എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? Heat is transferred from Earth's surface to to outer space in the form of short waves. Heat is transferred from Earth's surface to the outer space in the form of short waves. അതായത് നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തിലേക്ക്, എവിടേക്കാണ്? ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക്, ഭൗമോപരിതലത്തിൽ നിന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ഇൻസുലേഷൻ? സോളാർ എനർജി ഷോർട്ട് വേവ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹ്രസ്വ തരംഗങ്ങളായിട്ട് എർത്ത് സർഫസിലേക്ക് വരുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഇൻസുലേഷൻ വിളിച്ചു. സോളാർ എനർജി എവിടേക്ക്? എർത്തിലേക്ക് വരുന്ന ഈ പ്രോസസ്സിനെ ഷോർട്ട് വേവ്സ്, അത് ശ്രദ്ധിക്കണം, എന്തുതരം വേവ്സ് ആണ്? ഷോർട്ട് വേവ്സ് ആയിട്ട്, സോളാർ എനർജി ഷോർട്ട് വേവ്സ് ആയിട്ട് നമ്മുടെ എർത്ത് സർഫസിലേക്ക് വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസുലേഷൻ. എന്താണ് ആ പ്രോസസ്സിന്റെ പേര്? ഇൻസുലേഷൻ. എന്നാൽ ഈ എർത്തിൽ എത്തിയതിനു ശേഷം, സോളാർ എനർജി എർത്തിൽ എത്തിയതിനു ശേഷം ഇവിടുത്തെ പല ഒബ്ജക്റ്റുകളിൽ തട്ടി ഇത് എന്ത് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ എർത്ത് സർഫസിലെത്തി ഇത് എന്ത് ചെയ്യാറുണ്ട്? തിരിച്ചു പോകുന്നത് ഇത് ഷോർട്ട് വേവ്സ് ആയിട്ടല്ല തിരിച്ചു പോകുന്നത്. ഇത് എന്ത് വേവ്സ് ആയിട്ടാണ് തിരിച്ചു പോകുന്നത്? ലോങ് വേവ്സ്. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എർത്ത് സർഫസ്. നമ്മുടെ എർത്ത് സർഫസിൽ നിന്നും എവിടേക്ക്? ഔട്ടർ സ്പേസ്, ശൂന്യാകാശത്തേക്ക് താപം എന്ത് ചെയ്യുന്നു? മടങ്ങി പോകുന്നു. എങ്ങനെ? ഏത് രൂപത്തില്? ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. അതായത് ഇൻസുലേഷൻ എന്ത് പ്രോസസ്സാണ്? ഷോർട്ട് വേവ്സ്. എന്നാൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ത് പ്രോസസ്സാണ്? അത് ലോങ് വേവ്സ് ആണ്. അത് ആലോചിക്കുക. അതായത് ഷോർട്ട് വേവ്സ് ആയിട്ട് എർത്തിലേക്ക് വരുന്ന സൺറൈസ് എന്തായിട്ട് തിരിച്ചു പോകുന്നു? ലോങ് വേവ്സ് ആയിട്ട് തിരിച്ചു പോകുന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ വളരെ കൂടുതൽ ദൂരം പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ത് ചെയ്യുന്നത്? ഭൂമിയെ മൊത്തത്തിൽ ചൂടാക്കുന്നത്. ഭൂമിയെ ഏറ്റവും കൂടുതൽ ഹീറ്റ് ആവുന്ന പ്രോസസ്സ് അത് ഏതാണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമ വികിരണം. എന്താണ് സൗരവികിരണം അല്ലെങ്കിൽ ഇൻസുലേഷൻ? സോളാർ എനർജി റീച്ചസ് ഇൻ ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ആയിട്ട് സോളാർ എനർജി എർത്തിലേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമ വികിരണം. ഇൻസുലേഷൻ. ഇനി ലോങ് വേവ്സ് ആയിട്ട് തിരിച്ചു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എർത്ത് സർഫസ് ടു ഔട്ടർ സ്പേസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ആയിട്ട് നമ്മുടെ ഈ സോളാർ എനർജി എർത്തിൽ നിന്നും തിരിച്ചു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. ഇൻസുലേഷൻ ആണ് ആദ്യം പറഞ്ഞത്. ഇൻസുലേഷൻ എന്ന് വെച്ചാൽ സൗരവികിരണം. എന്താണ് സൗരവികിരണം? Solar energy reaches in the earth in the form of short waves. എന്താണ് ഹ്രസ്വ തരംഗങ്ങളായി സൗരോർജ്ജം ഭൂമിയിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൗര വികിരണം എന്ന് വിളിക്കുന്നത്. ഇനി അതേപോലെ എന്താണ് നമ്മൾ അതിനുശേഷം പറഞ്ഞു, നമ്മുടെ 8 മിനിറ്റും 20 സെക്കൻഡ് കൊണ്ടാണ് സോളാർ എനർജി എർത്തിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷം ചൂടാവുന്ന പ്രക്രിയകൾ എത്ര വിധത്തിലാണ്? 4 വിധത്തിലാണ്. ഒന്നാമത്തെ പ്രക്രിയ ഏതായിരുന്നു? കണ്ടക്ഷൻ. എന്താണ് കണ്ടക്ഷൻ? Heat is transferred to the part of atmosphere close to the hot surface of the earth. അതായത് നമ്മുടെ അന്തരീക്ഷത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന ഭാഗം ഹീറ്റ് ആയതിനു ശേഷം ആ ഹീറ്റ് എവിടേക്ക് വ്യാപിക്കുന്നു? തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കണ്ടക്ഷൻ എന്ന് വിളിച്ചത്. എന്താണ് കണ്ടക്ഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു എന്താണ് കൺവെക്ഷൻ? എന്താണ് കൺവെക്ഷൻ? ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസ്. ചൂടായ വായു വികസിച്ച് എവിടേക്ക് പോകുന്നു? മുകളിലേക്ക് പോകുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കൺവെക്ഷൻ എന്ന് വിളിച്ചത്. അടുത്തത്
അഡ്വെക്ഷൻ എന്താണ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ കാറ്റ് താപം വ്യാപിക്കുന്ന പ്രക്രിയ നമ്മൾ എന്തെന്ന് വിളിച്ചത് അഡ്വെക്ഷൻ വിളിച്ചത്. ഇനി അവസാനമായി പറഞ്ഞത് terrestrial radiation. Heat is transferred from the Earth's surface to outer space in the form of short waves. എന്ത് ഫോമില് ലോങ് വേവ്സ് ആയിട്ട് ഈ എന്താണ് ലോങ് വേവ്സ് ആയിട്ട് ഈ നമ്മുടെ സോളാർ എനർജി ഔട്ടർ സ്പേസിലേക്ക് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ എർത്ത് സർഫസ് ഹീറ്റ് ആവുന്ന പ്രോസസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഹീറ്റ് ബഡ്ജറ്റ്. എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്? എന്താണ് ബഡ്ജറ്റ്? നമ്മുടെ വീട്ടിലെ വരവ് ചെലവ് കണക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെയും വരവും ചെലവും തമ്മിലുള്ള ഒരു കണക്ക് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഹീറ്റ് ബഡ്ജറ്റ്. നമ്മുടെ എർത്ത് സർഫസിലേക്കുള്ള സോളാർ എനർജിയുടെ വരവിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അത് ഇൻസൊലേഷൻ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? ഇൻസൊലേഷൻ അല്ലേ? ആണല്ലോ. ഇനി ഇവിടെ വന്നതിന് ശേഷം ഈ അല്ലെങ്കിൽ എർത്ത് സർഫസിലേക്ക് വന്നതിന് ശേഷം ഈ സോളാർ എനർജി എന്തായിട്ട് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ലോങ് വേവ്സ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് വേവ്സ് ആയിട്ട് തിരിച്ചു പോകുന്നു പറഞ്ഞു. ഈ വേവ്സിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ വിളിച്ചത്. എന്തെന്ന് വിളിച്ചു? ടെറസ്ട്രിയൽ റേഡിയേഷൻ. എത്ര തന്നെ സോളാർ എനർജി എർത്തിലേക്ക് വന്നാലും അതെല്ലാം ടെറസ്ട്രിയൽ റേഡിയേഷൻ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ ഈ ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ഈ ഒരു ബാലൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എന്തെന്ന് വിളിക്കുന്നു? അത് ഹീറ്റ് ബഡ്ജറ്റ്. ഇവ തമ്മിലുള്ള ഒരു സന്തുലനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ഈ ബാലൻസിനെ, അതായത് എന്താണ് ഒരു സന്തുലനത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഹീറ്റ് ബഡ്ജറ്റ്. വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇത്രയും പഠിച്ചിരുന്നാൽ മതി. എന്താണ് ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കാൾഡ് ഹീറ്റ് ബഡ്ജറ്റ്. സൗരവികിരണവും ഭൗമവികിരണവും തമ്മിലുള്ള താപ സന്തുലനത്തെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ബഡ്ജറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് അടുത്തതാണ് ഐസോതേംസ്. ഐസോതേംസ് അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു വാക്കാണ് സമതാപരേഖ. ഞാനിവിടെ കുറച്ച് താപനിലകൾ രേഖപ്പെടുത്താം. 36 ഡിഗ്രി സെൽഷ്യസ്, 35 ഡിഗ്രി സെൽഷ്യസ്, 33 ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ 36 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ ഇവിടെ 35, 33 ഡിഗ്രി സെൽഷ്യസ്, 36 ഡിഗ്രി സെൽഷ്യസ്, 35 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ 33 ഡിഗ്രി സെൽഷ്യസ്, 36, 35, 38. ഞാൻ നമുക്ക് തൊട്ടടുത്തേക്ക് കാണപ്പെടുന്ന കുറച്ച് പ്രദേശങ്ങളിലെ താപനിലയാണ്, ടെമ്പറേച്ചറാണ് ഞാൻ ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിൽ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ പോവുകയാണ്. 36 ഡിഗ്രി സെൽഷ്യസ് നോക്കാം നമുക്ക്. അതേപോലെ 35 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ ഓക്കെ. അടുത്തത് 33. ഒരേ താപനിലയുള്ള സ്ഥലങ്ങൾ തമ്മിൽ ഞാൻ യോജിപ്പിച്ച് വരച്ചു. ഇത് നേർരേഖയിലുള്ള വരകളല്ല, ഇവയെല്ലാം ഒഴുക്കൻ വരകളാണ് അല്ലെ? ഇവയെല്ലാം നേർരേഖയിലുള്ള വരകളാണോ? അല്ല. ഇതേപോലെ ഒരേ താപനിലയുള്ള ഒരേ ടെമ്പറേച്ചറുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഐസോതേംസ്. എന്താണ് ഐസോതേംസ് എന്ന് വെച്ചാൽ? ദ ഇമാജിനറി ലൈൻസ് കണക്ടിങ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ.
ഒരേ താപനിലയുള്ള പ്രദേശങ്ങൾ, ഭൂമിയിലെ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖ. ഒറിജിനാലിറ്റി രേഖകളില്ല അല്ലെ. ഓക്കെ, സാങ്കല്പിക രേഖകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോതെർമ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഐസോതെർമ്സ്? ദ ഇമാജിനറി ലൈൻസ് കണക്ടിങ് ദ പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഒരേ താപനിലയുള്ള, ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് എന്തെന്ന് പറയുന്നത്? സമതാപ രേഖകൾ. നമ്മൾ ഭൂമിയിൽ എല്ലായിടത്തും താപനില ഒരുപോലെ ആയിരിക്കും. ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും താപനില. നമ്മളിപ്പോൾ പൊന്മുടിയിൽ പോവുകയാണ്, അല്ലെങ്കിൽ മൂന്നാറിൽ പോകുന്നു, ഊട്ടിയിൽ പോകുന്നു, പാലക്കാട് പോകുന്നു, രാജസ്ഥാൻ, ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും എല്ലായിടത്തും ഒരേ താപനില അനുഭവപ്പെടും? ഇല്ല. ഭൂമിയിൽ എല്ലായിടത്തും താപനില ഒരുപോലെ അല്ല. ആണോ? ഭൂമിയിൽ എല്ലായിടത്തും താപനില ഒരുപോലെ അല്ല. എന്താണ് ഭൂമിയിൽ താപനില ഇങ്ങനെ വ്യത്യസ്തമാകാൻ കാരണം? ധാരാളം ഘടകങ്ങളുണ്ട്. ഭൂമിയിലെ താപനിലയിലുള്ള ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ 4 നമുക്ക് അവയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ്? അക്ഷാംശ സ്ഥാനം. രണ്ട്, ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. ഒന്നാമത്തത് അക്ഷാംശ സ്ഥാനം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്, രണ്ടാമത്തെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം, 3 നിയർനെസ് ഓഫ് ഓഷൻ. അതായത് എന്തിന്റെ സാമീപ്യം? ഓഷന്റെ, സമുദ്രത്തിന്റെ സാമീപ്യം. നിയർനെസ് ഓഫ് ഓഷൻ അല്ലെങ്കിൽ സമുദ്ര സാമീപ്യം. 4ാമത്തെ പോയിന്റ് ആണ് വിൻഡ് അല്ലെങ്കിൽ കാറ്റുകൾ. ഭൂമിയിലെ എല്ലായിടത്തും താപനില എങ്ങനെയല്ല? ഒരുപോലെയല്ല. ഭൂമിയിലെ താപനിലകൾ വ്യത്യസ്തമാകാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് 1 ലാറ്റിറ്റ്യൂഡ്, 2 ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷൻ, വിൻഡ് അതായത് അക്ഷാംശ സ്ഥാനം, ഉയരം, അതേപോലെ സമുദ്ര സാമീപ്യം, കാറ്റുകൾ. അക്ഷാംശ സ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ എന്നിവ ഒരു പ്രദേശത്തിന്റെ താപനിലയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഘടകങ്ങൾ ഒരു പ്രദേശത്തിന്റെ താപനിലയെ കൂട്ടുന്നതിനും താപനിലയെ കുറയ്ക്കുന്നതിനും എന്ത് ചെയ്യാറുണ്ട്? കാരണമാകാറുണ്ട്. കുറയ്ക്കുന്നതിന് കാരണമാകാറില്ല. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഒന്നാമത്തെ പോയിന്റ് ഏതാണ്? ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ സ്ഥാനം. ഈ അക്ഷാംശ സ്ഥാനം പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ലൈൻസ്, ലാറ്റിറ്റ്യൂഡ്സ് ആണ് പ്രധാനപ്പെട്ട. ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം? നോക്കാം. നോക്കിക്കോളുക. ഇത് ഭൂമിയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡാണ്. എല്ലാവർക്കും അറിയാം ഈ ലാറ്റിറ്റ്യൂഡിന്റെ പേര് 0 ഡിഗ്രി ഇക്വേറ്റർ. അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു വാക്കാണ് ഭൂമധ്യരേഖ. അതായത് ഭൂമിയെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സതേൺ ഹെമിസ്ഫിയർ എന്നും 2 ഹെമിസ്ഫിയർ ആക്കി, അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും 2ആയി വേർതിരിക്കുന്ന ലൈനാണ് എന്ന് പറയുന്നത് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. അതേപോലെ ഭൂമധ്യരേഖയുടെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ് എന്ന് പറയുന്നത് ഭൂമധ്യരേഖ. മനസ്സിലായാലും ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വേർതിരിക്കുന്നു. ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും 2 അർദ്ധഗോളങ്ങളായി വേർതിരിക്കുന്ന ലൈനാണ്, ലാറ്റിറ്റ്യൂഡ് ലൈനാണ് എന്ന് പറയുന്നത് ഇക്വേറ്റർ. എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡും ഏതാണ്? ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിന് തൊട്ട് മുകളിലായിട്ട് 23.5 ഡിഗ്രി. ഏതാണ്? 23.5 ഡിഗ്രി നോർത്ത്. 23 ഡിഗ്രി നോർത്ത്. ഈ ലാറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എന്തെന്ന് വിളിക്കുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അല്ലെങ്കിൽ മലയാള വാക്ക് ഉത്തരായന രേഖ. എന്തെന്ന് വിളിക്കുന്നു? ഉത്തരായന രേഖ. അപ്പോ 23 ഡിഗ്രി വടക്ക് രേഖയെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ. 23 ഡിഗ്രി വടക്കുണ്ടെങ്കിൽ അതേ കണക്ക് 23 ഡിഗ്രി തെക്ക് ലൈനും ഉണ്ട്. അതേതാണ്? 23 ഡിഗ്രി തെക്ക് ഈ ലൈനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. അല്ലെങ്കിൽ വാക്ക് ദക്ഷിണായന രേഖ.
ഒന്നുകൂടി പറയാം. 0 ഡിഗ്രി ഇക്വേറ്റർ നമ്മൾ കണ്ടു, 0 ഡിഗ്രി ഇക്വേറ്റർ കണ്ടു. അതിനുശേഷം 23 ഡിഗ്രി വടക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായൻ രേഖ, 23 ഡിഗ്രി തെക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായൻ രേഖ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ലൈനാണ് 66 ഡിഗ്രി. എത്രയാണ്? 66 ഡിഗ്രി വടക്ക്. ലൈനിന്റെ പേര് ആർട്ടിക് സർക്കിൾ. ഏതാണ്? ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ ആർട്ടിക് വൃത്തം. അറിയാൻ മുകൾ ഭാഗത്തെ സമുദ്രമാണ് എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രം. അപ്പോൾ ഈ ലൈനിനെ വിളിക്കുന്ന പേരെന്താണ്? 66.5 നോർത്ത് ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ ആർട്ടിക് വൃത്തം. ഇതേപോലെ 66 ഡിഗ്രി എവിടെയും ഉണ്ട്, തെക്ക് ഭാഗത്തുണ്ട് അല്ലെങ്കിൽ സദേൺ പാർട്ടിലുമുണ്ട്. ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേര്, ഇവിടുത്തെ സമുദ്രം ഏതാണ്? അന്റാർട്ടിക് സമുദ്രം അല്ലെ? 66.5 അന്റാർട്ടിക് സർക്കിൾ. എന്താണ് ഇതിന്റെ പേര്? 66.5 അന്റാർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം. അപ്പൊ നോക്കിയേ, പ്രധാനപ്പെട്ട ലൈൻസ് നമ്മൾ പറഞ്ഞു. ഇക്വേറ്റർ പറഞ്ഞു, ഏറ്റവും വലിയ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ പറഞ്ഞു. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് എന്താണ് 23.5 നോർത്ത് ആയിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ, 23 ഡിഗ്രി തെക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ. അതേപോലെ 66 ഡിഗ്രി വടക്ക് ഏതാണ്? ആർട്ടിക് സർക്കിൾ, 66 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് സർക്കിൾ. ഇത്രയും പറഞ്ഞു. തീർന്നോ? ഇല്ല. ഇനി രണ്ട് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയുണ്ട്. 90 ഡിഗ്രി മുകളിൽ ഏതാണ്? നോർത്ത് പോൾ അല്ലെങ്കിൽ ഉത്തര ധ്രുവം. അതേപോലെ 90 ഡിഗ്രി സൗത്ത്, എന്റെ പേരെന്താണ്? സൗത്ത് പോൾ അല്ലെങ്കിൽ മറ്റൊരു പേര് ദക്ഷിണായന രേഖ. അപ്പോൾ പ്രധാനപ്പെട്ട ലൈൻസ് നമുക്ക് മനസ്സിലായി. 0 ഡിഗ്രി ഇക്വേറ്റർ, 23.5 നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ഉത്തരായൻ രേഖ, ദക്ഷിണായൻ രേഖ, 66.5 നോർത്ത് ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ ആർട്ടിക് വൃത്തം, 66.5 സൗത്ത് അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ അന്റാർട്ടിക് വൃത്തം. അതേപോലെ 90 ഡിഗ്രി നോർത്ത് പോൾ അല്ലെങ്കിൽ ഉത്തര ധ്രുവം, 90 ഡിഗ്രി സൗത്ത് പോൾ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവം. അപ്പോൾ ദക്ഷിണ ധ്രുവം. അപ്പോൾ ഇവയാണ് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ്. ഈ ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ ടെമ്പറേച്ചറിനെ സ്വാധീനിക്കാൻ ഈ ലാറ്റിറ്റ്യൂഡ്സിന് സാധിക്കുമോ? നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുകയാണ്, സൂര്യൻ എപ്പോഴും ഏതിന് മുകളിലാണ്? നമ്മുടെ ഇക്വേറ്ററിന് മുകളിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? സൂര്യൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇക്വേറ്ററിന് മുകളിലായിരിക്കും ആണല്ലോ. അതേപോലെ 0 ഡിഗ്രി മുതൽ ഈ 23 ഡിഗ്രി വരെയുള്ള ഈ ഭാഗം നോക്കുക. 23 ഡിഗ്രി നോർത്ത്, 23 ഡിഗ്രി സൗത്ത്. അതായത് 0 ഡിഗ്രി മുതൽ 23 ഡിഗ്രി നോർത്ത്, 23 ഡിഗ്രി സൗത്ത് വരെയുള്ള ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ റീജിയൻ. എന്തെന്ന് വിളിക്കുന്നു? ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഉഷ്ണമേഖല എന്ന് വിളിക്കുന്നു. ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു വാക്ക് എന്താണ്? ഉഷ്ണ മേഖല. അതായത് 0 ഡിഗ്രി മുതൽ 23.5 നോർത്ത് മുതൽ 23.5 സൗത്ത് വരെയുള്ള ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ട്രോപ്പിക്കൽ റീജിയൻ. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സോളാർ എനർജി വെർട്ടിക്കലായിട്ട് വരുന്ന ഭാഗമാണ് ഇത്. സോളാർ എനർജി വളരെ വെർട്ടിക്കലായിട്ട്, അതായത് ലംബമായിട്ട് പതിക്കുന്ന പ്രദേശമാണ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻ. ഏകദേശം ഇതിൽ ഏറ്റവും ലംബമായിട്ട് പതിക്കുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ഭാഗത്തായിരിക്കും, നമ്മുടെ ഇക്വേറ്ററിന്റെ ഭാഗത്തായിരിക്കും. ഏത് ഭാഗത്തായിരിക്കും? ഇക്വേറ്റർ. പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. നോക്കാം. സോളാർ എനർജി വെർട്ടിക്കലായിട്ട് വരുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഉഷ്ണമേഖല. ഇനി നോക്കുക, ഇവിടെ നിന്ന് നമ്മുടെ 23.5 നോർത്ത് സൗത്തിലേക്ക് ലൈനുകൾ വരയ്ക്കുകയാണ് സോളാർ എനർജിയുടെ. നിങ്ങൾ കറക്റ്റ് എന്താണ് കോമ്പസും അതേപോലെ എന്താണ് കോമ്പസൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അടുത്തത് ഈ ലൈൻ പോൾസിലോട്ട് പോവുകയാണ്. എത്തുന്നില്ല, ഇങ്ങനെ വരയ്ക്കും. ഇപ്പൊ നമ്മൾ ഈ ലൈൻ വരച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് സോളാർ എനർജിക്ക് ഏറ്റവും കുറവ് ദൂരം എവിടെ മാത്രം സഞ്ചരിച്ചാൽ മതി? ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഇക്വേറ്റർ റീജിയനിൽ സഞ്ചരിച്ചാൽ മതി. ഈ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നു. ഇക്വേറ്ററിൽ നിന്ന്
പോൾസ്, രണ്ട് പോൾസിലോട്ടും ആയിക്കോട്ടെ, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതോറും സോളാർ എനർജിയുടെ ആംഗിളിൽ എന്തുണ്ടാവുന്നു? ചരിവ്. സോളാർ എനർജിയുടെ കോണിൽ എന്തുണ്ടാവുന്നു? കൂടുതൽ ചരിവ് അല്ലെ, അതായത് കൂടുതൽ ചരിഞ്ഞ് പോകുന്നത്. അല്ലെങ്കിൽ സോളാർ എനർജിക്ക് ഈ പോൾസിലേക്ക് പോകുന്നതോറും കൂടുതൽ ദൂരം എന്ത് ചെയ്യേണ്ടി വരുന്നു? ട്രാവൽ ചെയ്യേണ്ടി വരുന്നു, സഞ്ചരിക്കേണ്ടി വരുന്നു. കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ഇവിടെ എനർജി, സോളാർ എനർജിയുടെ എനർജിക്ക് ലോസ് അല്ലേ ഉണ്ടാവുന്നത്? സോളാർ എനർജിക്ക് എന്തുണ്ടാവുന്നു? ലോസ് ഉണ്ടാവുന്നു. പറഞ്ഞു മനസ്സിലായ? സോളാർ എനർജിക്ക് എവിടേക്ക് സഞ്ചരിക്കും തോറും, നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതോറും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അതായത് അവരുടെ കോണില് ചരിവ് കൂടുന്നുണ്ട് അല്ലെ, ആംഗിളിന്റെ ചരിവ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നു. അതായത് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. അതാ നോക്കിയേ, ഇക്വേറ്ററിൽ വരേണ്ട ദൂരമാണോ പോൾസിൽ നിന്ന് വരേണ്ടത്? അല്ല, വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോളാർ എനർജിക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ എനർജി ലോസ് ഉണ്ടാവുന്നു. അതായത് ചൂട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിലായിരിക്കുമോ പോൾസ്, അതായത് പോൾസിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയും. കാരണം എനർജി ലോസ് ഉണ്ടാവുകയാണ് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? അതായത് താപനില കുറയും. അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും സൂര്യപ്രകാശത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നു. സൂര്യന്റെ ഊർജ്ജ നഷ്ടം ഉണ്ടാവുകയും ഇത് താപനില കുറയുന്നതിനും കാരണമാകുന്നു. പറഞ്ഞാൽ മനസ്സിലാവുന്നതോ? അതായത് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് എവിടേക്ക് പോകുന്നതോറും പോൾസിലേക്ക് പോകുന്നതോറും സൂര്യപ്രകാശത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ എനർജി ലോസ് ഉണ്ടാകുന്നു, താപനഷ്ടം ഉണ്ടാകുന്നു. മനസ്സിലായോ? നിങ്ങൾ ലാറ്റിറ്റ്യൂഡ് അപ്പോൾ മനസ്സിലാക്കണം. ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്നത്? നമ്മൾ ഇത് ശ്രദ്ധിക്കുക. ഈ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഈ ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയെന്ന് ഉറപ്പായും പഠിച്ചു വെച്ചേക്കണം. എന്താണ് 0 ഡിഗ്രി എന്താണ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായൻ രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായൻ രേഖ, ആർട്ടിക് സർക്കിൾ ആർട്ടിക് വൃത്തം, അതേപോലെ അന്റാർട്ടിക് സർക്കിൾ അന്റാർട്ടിക് വൃത്തം, എന്നിങ്ങനെ കുറെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് പറഞ്ഞില്ലേ? ഇവ ഓരോന്നും ഓരോ തരത്തിലാണ്, ഇവയ്ക്ക് ഓരോന്നിലും ഓരോ തരത്തിലാണ് ടെമ്പറേച്ചർ ലഭിക്കുന്നത്. കാര്യം സോളാർ എനർജി വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ സ്ഥലത്തും ലഭിക്കുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇക്വേറ്റോറിയൽ റീജിയൻ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ. എവിടേക്ക് പോകുന്നതോറും പോൾസിലേക്ക് പോകുന്നതോറും സോളാർ എനർജിക്ക് എനർജി ലോസ് ഉണ്ടാകുന്നു, ചൂട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പോൾസിലൊക്കെ എപ്പോഴും എന്താണ്? മഞ്ഞ് മൂടി കിടക്കുന്നത്. വളരെ കൂടുതൽ അനുഭവപ്പെടുന്നത്, തണുപ്പ് അനുഭവപ്പെടുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 6 മാസം പകലും 6 മാസം രാത്രി, അല്ലെങ്കിൽ മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്നു. സമുദ്രം മുഴുവൻ മഞ്ഞ് മൂടിയാണ് കിടക്കുന്നത് അന്റാർട്ടിക്കൊക്കെ അല്ലെ. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെ താപനിലയിൽ ഉണ്ടാകുന്ന ഈ വ്യത്യാസമാണ്. അപ്പോൾ നമ്മള് ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഫാക്ടറുകളിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഏതാണ്? ലാറ്റിറ്റ്യൂഡ്. അടുത്തതാണ് ആൾട്ടിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഉയരം. ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. ഈ ഉയരത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക്. നമ്മുടെ എർത്തിന് ചില പ്രത്യേകതകളുണ്ട്. എർത്തില് കുറച്ച് ലേയേഴ്സ് ഉണ്ട്, നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. എർത്തിലെ ലേയേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് നമ്മൾ അധിവസിക്കുന്ന, നമ്മൾ കാണപ്പെടുന്ന ലെയർ അത് ഏത് തന്നെയാണ്? ട്രോപ്പോസ്ഫിയർ അല്ലെ. എന്താണ്? ട്രോപ്പോസ്ഫിയർ. അല്ലെങ്കിൽ അടുത്തത് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ വിളിച്ചു. ഇത് നമ്മുടെ എർത്ത് സർഫസ് ആണ്. എർത്ത് സർഫസിലെ ആദ്യത്തെ ലെയർ ആണ് ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളില് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് മീസോസ്ഫിയർ. മീസോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് തെർമോസ്ഫിയർ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. നോക്കുക, നമ്മുടെ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട ലേയേഴ്സ് ആണ് ഇവ. ഒന്ന് ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ. മനുഷ്യർ അധിവസിക്കുന്നത് ഏത് ലെയറിലാണ്? ട്രോപ്പോസ്ഫിയറില്. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ മിസോസ്ഫിയർ. മിസോസ്ഫിയറിന് മുകളിലായിട്ട് തെർമോസ്ഫിയർ എന്നിങ്ങനെ 4 ലെയറുകളാണ് അന്തരീക്ഷത്തിൽ. 4 അല്ല, പ്രധാനമായി ഉള്ളത്. അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട ലേയേഴ്സ് ആണ് ഇതൊക്കെ. ഏതാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അതേപോലെ എന്താണ്?
തെർമോസ്ഫിയർ. ഇങ്ങനെ 4 തരത്തിലുള്ള ലെയറുകളുണ്ട്. ഇതിൽ നമ്മൾ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ അധിവസിക്കുന്നത് അല്ലെ. ഈ ട്രോപ്പോസ്ഫിയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്മൾ ചില സ്ഥലങ്ങൾ പറഞ്ഞുതരാം. നമ്മളെ ട്രോപ്പിക്കൽ റീജിയനിലാണ് നമ്മുടെ പൊന്മുടി ഇരിക്കുന്നത് അല്ലേ. ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ഉദാഹരണത്തിന് പറഞ്ഞാല് ഇത് ഇന്ത്യയുടെ തെക്ക് ഭാഗമാണ്. അതായത് ഇന്ത്യയുടെ ഏകദേശം തൊട്ടടുത്തുകൂടിയാണ് ഏത് കടന്നു പോകുന്നത്, 0 ഡിഗ്രി ഇക്വേറ്റർ കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിലുള്ള പ്രദേശമാണ് കേരളം അല്ലെ. ട്രോപ്പിക്കൽ റീജിയനിലുള്ള ഒരു പ്രദേശമാണ് കേരളം. നമുക്ക് അറിയാം 0 ഡിഗ്രിക്ക് ഏറ്റവും തൊട്ടടുത്തുള്ള ഇന്ത്യൻ തലസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് തിരുവനന്തപുരമാണ്. പറഞ്ഞ മനസ്സിലായോ? 0 ഡിഗ്രിക്ക് ഏറ്റവും തൊട്ടടുത്തുള്ള ഇന്ത്യൻ ക്യാപിറ്റൽ ഏതെന്ന് വെച്ചാൽ അത് ഏതാണ്? അത് തിരുവനന്തപുരമാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പൊന്മുടി അല്ലെങ്കിൽ മൂന്നാറായാലും അതേപോലെ കൊടൈക്കനാൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വരുന്നത് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ് ഏതാണ്? അത് 23.5 നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായൻ രേഖ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ലൈനാണ് 23.5 ഉത്തരായൻ രേഖ. ഈ ഉത്തരായൻ രേഖ അതായത് 0 ഡിഗ്രി ഇക്വേറ്ററിനും ഉത്തരായൻ രേഖയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് കേരളം അടക്കമുള്ള ഈ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എല്ലാം ഏത് ട്രോപ്പിക്കൽ റീജിയനിൽ വരുന്ന സ്റ്റേറ്റുകളാണ്. അപ്പൊ ഈ ഭാഗത്ത് ചൂട് കൂടുതൽ ലഭിക്കേണ്ടതാണ്. നമ്മൾ ലാറ്റിറ്റ്യൂഡിലെ നിയമങ്ങൾ പറഞ്ഞപ്പോൾ അല്ലെ, ലാറ്റിറ്റ്യൂഡ് പ്രകാരം ഈ ഭാഗത്ത് ചൂട് കൂടുതൽ ലഭിക്കേണ്ടതാണ് അല്ലെ. പക്ഷെ എന്നാൽ പൊന്മുടി പോലുള്ള സ്ഥലങ്ങൾ, ഊട്ടി, അതേപോലെ മൂന്നാർ അങ്ങനെയുള്ള പ്രദേശങ്ങൾ, നെല്ലിയാമ്പതി എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം തണുപ്പാണ്. എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു തണുത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയാനുള്ള കാരണം? അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ ലാപ്സ് റേറ്റ് ആണ്. ഏതാണ് നോർമൽ ലാപ്സ് റേറ്റ്? നോക്കാം. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് പറയുന്നത്? ടെമ്പറേച്ചർ ഡിക്രീസസ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. എങ്ങനെ കുറയുന്നു? ഓരോ 165 മീറ്ററിലും ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും ഓരോ 165 മീറ്റർ എവിടേക്ക് പോകുന്തോറും മുകളിലേക്ക് പോകുന്തോറും എത്ര ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ കുറയുന്നു. ഇതിന് മുകളിലേക്ക് 165 മീറ്റർ അതായത് ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും എത്ര ഡിഗ്രി സെൽഷ്യസ് വെച്ച് ടെമ്പറേച്ചർ കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക്. സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും, ടെമ്പറേച്ചർ കൂടും. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ കുറയുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്നു നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ്. അപ്പൊ താപനില കുറഞ്ഞില്ലേ? നമ്മുടെ ഉയരം കൂടിയ പ്രദേശങ്ങളിലെല്ലാം താപനില കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ഈ നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ എന്താണ് ട്രോപ്പോസ്ഫിയറിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ടെമ്പറേച്ചർ ഭൂമിയിൽ എല്ലായിടത്തും എങ്ങനെയല്ല ഒരുപോലെയല്ല. ടെമ്പറേച്ചർ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. അതിനുള്ള പല പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത്തെ കാരണം ഏതാണ് പറഞ്ഞത്? ലാറ്റിറ്റ്യൂഡാണ് പറഞ്ഞത്. ലാറ്റിറ്റ്യൂഡിന്റെ കേസ് പറഞ്ഞു. നമ്മുടെ ഓരോ ലാറ്റിറ്റ്യൂഡ് ലൈൻ വ്യത്യസ്തപ്പെടുന്നതോറും സോളാർ എനർജിക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആൾട്ടിറ്റ്യൂഡ്. എന്താണ് ആൾട്ടിറ്റ്യൂഡ്? ഓരോ 165 മീറ്റർ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്നു. ഇനി അടുത്ത പ്രോസസ് ഏതാണ്? അടുത്ത ഫാക്റ്റാണ്, അടുത്ത പ്രധാനപ്പെട്ട ഫാക്റ്റാണ് എന്ന് പറയുന്നത് നിയർനെസ് ഓഫ് ഓഷൻ. നിങ്ങളുടെ പുസ്തകത്തില് കുറച്ച് തിരുവനന്തപുരത്തിന്റെയും ഒരു ചെറിയൊരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിയർനെസ് ഓഫ് ഓഷൻ എഴുതിയിട്ട് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു ബോക്സ് കാണാൻ സാധിക്കും. അതിൽ തിരുവനന്തപുരത്തിൽ മാക്സിമം ടെമ്പറേച്ചർ കണക്കാക്കി വെച്ചിരിക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ കണക്കാക്കി വെച്ചിരിക്കുന്നത് ഒരു 33 ഡിഗ്രി സെൽഷ്യസും മിനിമം ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസുമാണ്. മിനിമം ഇത് മാക്സിമം, ഇത് മിനിമം. അതേപോലെ അടുത്ത സ്ഥലം ഡൽഹി, മാക്സിമം 35 ഡിഗ്രി സെൽഷ്യസ്, മിനിമം ഒരു 22 വിചാരിക്കാം. ഓക്കെ, അടുത്തത് ബാംഗ്ലൂർ 36 ഡിഗ്രി സെൽഷ്യസും അതേപോലെ 21 ഡിഗ്രി സെൽഷ്യസും. അടുത്തത് ഗോവ 35 ഡിഗ്രി സെൽഷ്യസും അതേപോലെ മറ്റേത് കുറഞ്ഞത് 29 ഡിഗ്രി സെൽഷ്യസും.
ഇവ തമ്മിലുള്ള ഒരു റേഞ്ച് നോക്കുക, വ്യത്യാസം. അതായത് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുക. നമ്മൾ പറഞ്ഞ തിരുവനന്തപുരം, ഡൽഹി, ബാംഗ്ലൂരു, അതേപോലെ എന്താണ് ഗോവ, ഇവ തമ്മിലുള്ള ടെമ്പറേച്ചർ തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുക, മാക്സിമവും മിനിമവും. എത്രയാണ്? 5 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? വ്യത്യാസം എത്രയാണ്? 5 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം മിനിമം തമ്മിലുള്ള വ്യത്യാസം എത്ര ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ? 5 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അതേപോലെ അടുത്തത് നോക്കി, ഡൽഹി തമ്മിലുള്ളതാകുമ്പോൾ 22 13 അല്ലേ? 13 ഡിഗ്രി സെൽഷ്യസ്, 13 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം ഉണ്ടാവുന്നു. അടുത്തത് 15 ഡിഗ്രി സെൽഷ്യസ്, 15 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഓക്കെ, 15 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് 35 എത്ര? 6 ഡിഗ്രി സെൽഷ്യസ്. നോക്കാം. തിരുവനന്തപുരം, ഡൽഹി, ബാംഗ്ലൂരു, ഗോവ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ പല പല പ്രദേശങ്ങളാണ്. ഇവയിൽ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ഞാൻ നൽകി, ഇവ തമ്മിലുള്ള വ്യത്യാസവും നൽകി. ഓക്കെ, തിരുവനന്തപുരത്ത് മാക്സിമവും മിനിമവും ടെമ്പറേച്ചർ തമ്മിലുള്ള വ്യത്യാസം വെറും 5 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതേസമയം ഡൽഹിയിലെ മാക്സിമം മിനിമം ടെമ്പറേച്ചർ തമ്മിലുള്ള വ്യത്യാസം 13 ഡിഗ്രി സെൽഷ്യസോളം ഉണ്ട്. അത് ബാംഗ്ലൂരിൽ എത്തുമ്പോൾ 15 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു, ഗോവയിൽ എത്തുമ്പോൾ വെറും 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ചെറിയ പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ചില ഭാഗത്തൊന്നും സമുദ്രത്തിന്റെ സാമീപ്യമില്ല, സമുദ്രങ്ങളില്ല. തിരുവനന്തപുരത്തിന് സമുദ്ര സാമീപ്യമുണ്ട്, അതേപോലെ ഗോവയ്ക്കുമുണ്ട് സമുദ്രത്തിന്റെ സാമീപ്യം. എന്നാൽ ഈ പറയുന്ന ഡൽഹിക്കോ ബാംഗ്ലൂരിനോ എന്തിന്റെ സാന്നിധ്യമില്ല, സമുദ്രത്തിന്റെ സാമീപ്യമില്ല. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ ചെറിയ വ്യത്യാസം അനുഭവപ്പെട്ടാൽ കാണാം അല്ലേ? അതെ, നമ്മുടെ സമുദ്രങ്ങളും എന്തിനെ സ്വാധീനിക്കാറുണ്ട്? നമ്മുടെ ടെമ്പറേച്ചറിനെ വളരെ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ ഈ നെടുമങ്ങാടി പ്രദേശം നമുക്ക് കൂടിയ താപനില അനുഭവപ്പെടാറില്ല, അതേപോലെ കുറഞ്ഞ താപനില ഒന്നും അനുഭവപ്പെടാറില്ല. അതായത് വളരെ താപനില വളരെ താഴാറുള്ളതാണ് ഉദ്ദേശിച്ചത്. അതായത് താപനില നമുക്ക് എപ്പോഴും ഒരു മോഡറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ? താപനില എപ്പോഴും എങ്ങനെയായിരിക്കും? നമുക്കൊരു മോഡറേറ്റ് മിതമായ കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിന് കാരണം നമ്മുടെ ഈ ഓഷൻസ് ആണ്. ഈ ഓഷൻസ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മിതമായ താപനില അനുഭവപ്പെടാൻ സഹായിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഒന്ന് ലാൻഡ് ബ്രീസും മറ്റൊന്ന് സീ ബ്രീസ്. അറിയാലോ എന്താണ് ലാൻഡ് ബ്രീസ് എന്ന് സീ ബ്രീസ് എന്നും? ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റും കടൽക്കാറ്റും. എങ്ങനെയാണ് ലാൻഡ് ബ്രീസ് സീ ബ്രീസ് ഉണ്ടാവുന്നത്? രണ്ട് പ്രദേശങ്ങൾ, ലാൻഡ്, സീ. ലാൻഡും സീയുമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാൻഡ് ചൂടാവുന്നതും സീ ചൂടാവുന്നതും വ്യത്യസ്ത രീതിയിലാണ്. ലാൻഡ് ചൂടാവുന്നത് പോലെയല്ല സീ ചൂടാവുന്നത്, ആണല്ലോ. ലാൻഡ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ചൂടാവുന്നു. കാരണം ലാൻഡിലെ പദാർത്ഥങ്ങളെല്ലാം സോളിഡ് ആണ്. എന്നാൽ സീയിലെ സീ എന്താണ്? ലിക്വിഡാണ്. ലിക്വിഡ് ആയിട്ടുള്ളതിന് എപ്പോഴും മൂവ്മെന്റ് ഉണ്ടാവും. മൂവ്മെന്റ് ഇല്ലാത്തവയാണ് ലാൻഡിലെ വസ്തുക്കൾ. അതുകൊണ്ട് ലാൻഡ് എപ്പോഴും പെട്ടെന്ന് എന്ത് ചെയ്യും? ചൂടാകും. പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു? ലാൻഡ് പെട്ടെന്ന് ചൂടാകുന്നു. ലാൻഡ് എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാകും. ചൂടായി കഴിഞ്ഞാൽ ഈ എവിടുത്തെ വായു വികസിച്ച് പോകും? ഇവിടെ ലാൻഡാണ് ചൂടായത്, സീ എന്ത് ചെയ്യില്ല, അപ്പോൾ ചൂടാവില്ല. അപ്പൊ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു കൺവെക്ഷൻ, ഓർമ്മയുണ്ടായി. ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസ് അപ്പ്, ഓർമ്മയില്ലേ? ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസ് അപ്പ്. അതായത് ലാൻഡ് എന്ത് ചെയ്യുന്നു? ചൂടാകുന്നു. ചൂടായിട്ട് ഇവിടുത്തെ വായു വികസിച്ച് എവിടേക്ക് പോകുന്നു? മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എന്തില്ല? എയർ ഇല്ല. ഇവിടുത്തെ എയർ ഇല്ല എന്നല്ല, എയർ കുറവാണ്. അപ്പൊ ഇവിടുത്തെ എയർ എന്ത് ചെയ്തു? ചൂടായി എന്ത് ചെയ്തു? വികസിച്ച് എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പോയി. ഈ സമയത്ത് വായു ഉള്ളത് എവിടെ മാത്രമാണ്? സീലാണ് അല്ലെ? അപ്പോൾ സീൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് വിൻഡ് അല്ലെങ്കിൽ കാറ്റ് എന്ന് പറയുന്നത്? മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ, അല്ലെങ്കിൽ വായു ഉള്ള സ്ഥലത്ത് നിന്ന് വായു ഇല്ലാത്ത സ്ഥലത്തേക്കുള്ള എയറിന്റെ സർക്കുലേഷൻ. എയർ ഉള്ള സ്ഥലത്ത് നിന്ന് എയർ ഇല്ലാത്തടത്തേക്കുള്ള എയറിന്റെ സർക്കുലേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിൻഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ എയർ ഉള്ളത് ഏത് ഭാഗത്താണ്? സീലാണ്. അപ്പൊ സീലാണ് എയർ കൂടുതൽ. അപ്പോൾ സീയിൽ നിന്നും കാറ്റ് എവിടേക്ക് വീശും? സീയിൽ നിന്ന് കാറ്റ് എവിടേക്ക് വീശുന്നു? ലാൻഡിലേക്ക് വീശുന്നു. ഇനിയാണ് നമ്മൾ പേരുകൾ നമ്മൾ തമ്മിൽ തിരിഞ്ഞു പോകുന്നത്. ലാൻഡ് ബ്രീസും സീ ബ്രീസും എങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെ നിന്നാണോ കാറ്റ് വീശുന്നത്
കാറ്റ് എവിടെ നിന്ന് വീശിയോ അതാണ് അതിന്റെ പേര്. സീയിൽ നിന്ന് കാറ്റ് വീശിയാൽ കാറ്റിന്റെ പേര് സീ ബ്രീസ്. എന്താണ്? സീ ബ്രീസ്. മനസ്സിലായല്ലോ? ലാൻഡിൽ നിന്നാണ് തിരിച്ച് വീശുന്നതെങ്കിൽ കാറ്റിന്റെ പേര് ലാൻഡ് ബ്രീസ്. ശ്രദ്ധിക്കുക, കാറ്റ് എവിടെ നിന്ന് വീശുന്നോ അതാണ് അതിന്റെ പേര്. മനസ്സിലായോ? സീയിൽ നിന്ന് കാറ്റ് വീശിയത് കൊണ്ട് അല്ലെങ്കിൽ സീയിൽ നിന്ന് എയർ സർക്കുലേഷൻ ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്തെന്ന് വിളിച്ചു? അല്ലെ, സീയിൽ നിന്ന് എയറിന്റെ മൂവ്മെന്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്തെന്ന് വിളിച്ചു? സീ ബ്രീസ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? സീ ബ്രീസ്. അടുത്ത നോക്കാം. ഇത് പകൽ സമയത്തെ കാര്യമാണ്. രാത്രി കാലത്ത് എന്താണ് സംഭവിക്കുക? നമ്മൾ പറഞ്ഞു പകൽ സമയത്ത് പെട്ടെന്ന് ചൂടാവുന്ന ലാൻഡ് രാത്രി കാലത്താകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? തണുക്കുകയും ചെയ്യും. ലാൻഡ് പെട്ടെന്ന് ചൂടായി പെട്ടെന്ന് തണുക്കുന്നു. എന്നാൽ സീ എങ്ങനെയാണ്? പതിയെ ചൂടാവുന്നുള്ളൂ, പതിയെ എന്ത് ചെയ്യുന്നുള്ളൂ? തണുക്കുന്നു. അപ്പോൾ ഇത് ഈ സമയം രാത്രി കാലങ്ങളിൽ ചൂട് കൂടുതൽ എവിടെയായിരിക്കും? സീക്ക് മുകളിലായിരിക്കും. രാത്രി കാലങ്ങളിൽ ചൂട് കൂടുതൽ ആയതിനു മുകളിലായിരിക്കും, സീക്ക് മുകളിലായിരിക്കും. അപ്പോൾ നോക്കുക, സീക്ക് മുകളിലെ എയർ ആയിരിക്കും ഹീറ്റായി എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ലാൻഡിലെ വായു കൂടുതൽ അല്ലെ എയർ കാണപ്പെടുന്നത് എവിടെയാണ്? ലാൻഡിലാണ്. ലാൻഡിൽ നിന്ന് എവിടേക്ക് കാറ്റ് വീശും? സീയിലേക്ക് കാറ്റ് വീശും. ഇതിന്റെ പേരെന്തായിരിക്കും? സീ ബ്രീസ് എന്നായിരിക്കും, ലാൻഡ് ബ്രീസ് എന്നായിരിക്കും. എവിടെ നിന്നാണ് വീശിയത്? ലാൻഡിൽ നിന്ന്. അപ്പോൾ പേരെന്ത് തന്നെ? ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റ്. കടൽക്കാറ്റും കരക്കാറ്റും മനസ്സിലായല്ലോ. എന്താണ് ഞാൻ ഇവിടെ കടൽക്കാറ്റും കരക്കാറ്റും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഓഷൻസ് അല്ലെങ്കിൽ കടലിന്റെ സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും. എപ്പോഴും എന്ത് സംഭവിക്കും? ലാൻഡ് ബ്രീസും സീ ബ്രീസും ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കുന്നത് കൊണ്ട് അവിടെ എപ്പോഴും ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? മോഡറേറ്റ്, മിതമായ കാലാവസ്ഥയായിരിക്കും. മനസ്സിലായല്ലോ? ഓഷൻസിന്റെ സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. എന്നാൽ ഓഷൻസിന്റെ സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിലാണെങ്കിൽ സമ്മർ സീസൺ, അതായത് ചൂട് കാലത്ത് ചൂട് വളരെ കൂടുതലായിരിക്കും. ഡൽഹിയിലൊക്കെ ഭയങ്കര ചൂടാണ് സമ്മർ സീസണിൽ. അതേപോലെ വിന്റർ സീസണിൽ തണുപ്പ് കാലത്ത് തണുപ്പ് വളരെ കൂടുതൽ. ഡൽഹിയിലൊക്കെ മഞ്ഞ് വരെ പെയ്യാറുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. ചൂട് സമയത്ത് വളരെ ചൂട് കൂടുതലും, തണുപ്പ് സമയത്ത് വളരെയധികം തണുപ്പും കൂടുതലായിരിക്കും. ഇതാണ് ഇതിന്റെ വ്യത്യാസം. നമ്മുടെ നിയർനെസ് ഓഫ് ഓഷൻ എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ലാറ്റിറ്റ്യൂഡ്, അതേപോലെ ആൾട്ടിറ്റ്യൂഡ്, അതേപോലെ എന്താണ്, അതായത് അക്ഷാംശ സ്ഥാനം, ഉയരം, നിയർനെസ് ഓഫ് ഓഷൻ അല്ലെങ്കിൽ സമുദ്ര സാമീപ്യം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയേ ഉള്ളൂ. അതേതാണ്? വിൻഡ് വളരെ സിമ്പിൾ ആണ്. വിൻഡ് എങ്ങനെയായിരിക്കും ഒരു പ്രദേശത്തിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? 2 പ്രദേശങ്ങൾ, ഒരു പ്രദേശം എ, ഒരു പ്രദേശം ബി. എയും ബി. എ എന്ന് പറയുന്നത് വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്, തണുത്ത പ്രദേശം. ബി എന്ന് പറയുന്നത് വളരെ ഹോട്ട് ആയിട്ടുള്ള പ്രദേശം. 2 പ്രദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എ കോൾഡ് ആയിട്ടുള്ള പ്രദേശവും ബി എങ്ങനെയായിട്ടുള്ള പ്രദേശമാണ്? ഹോട്ട് ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ നമുക്ക് നോക്കാം. 17, 12 അത് കുഴപ്പമില്ല. അത് ഞാൻ ഏകദേശം ഒരു പറഞ്ഞതേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് ഏതോ ആയിക്കോട്ടെ, അത് പ്രശ്നമാക്കണ്ട. ഇപ്പൊ കോൾഡും ഹോട്ടും ആണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ 2 പ്രദേശങ്ങൾ നമ്മൾ കണ്ടു, കോൾഡ്, ഹോട്ട് ആയിട്ടുള്ള പ്രദേശം. ഈ പ്രദേശത്തു നിന്നുള്ള വിൻഡുകൾ ഞാൻ പരസ്പരം അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് കോൾഡായുള്ള റീജിയനിൽ നിന്ന് വീശുന്ന കാറ്റ് എന്ത് കാറ്റായിരിക്കും? കോൾഡ് എയർ ആയിരിക്കും, സംശയമില്ലല്ലോ. അല്ലെങ്കിൽ തണുത്ത കാറ്റായിരിക്കും. തന്നെ ഈ തണുത്ത കാറ്റ് ഇവിടുത്തെ ചൂടിനെ കൂട്ടോ കുറയ്ക്കോ? ഇവിടെ ചൂടാണ്, ഇവിടെ നിന്ന് വീശുന്നത് തണുത്ത കാറ്റ്. അതിനാൽ ഇവിടുത്തെ ഹോട്ട് എന്ത് ചെയ്യും? കൂടോ കുറയോ? ഹോട്ട് ഉറപ്പായും എന്ത് ചെയ്യും? കുറയും. ചൂട് എന്ത് ചെയ്യും? കുറയും. അത് മനസ്സിലായില്ലേ? ഇത് തണുത്ത പ്രദേശം, ഇതെങ്ങനെയുള്ള പ്രദേശം? ചൂടായ പ്രദേശം. ഇവിടെ നിന്നുള്ള തണുത്ത കാറ്റ് ഇവിടേക്ക് വീശിയാൽ ഇവിടുത്തെ ചൂട് എന്ത് ചെയ്യും? കുറയും. ഇനി ഇത് തിരിച്ചു എന്താണ്? ഇപ്പൊ കാണാൻ സാധിക്കും, തിരിച്ചാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. അതായത് ഹോട്ടായ പ്രദേശത്ത് നിന്ന് കോൾഡായ പ്രദേശത്തേക്ക്, അതായത് ചൂടുള്ള പ്രദേശത്ത് നിന്ന് തണുത്ത പ്രദേശത്തേക്കാണ് കാറ്റ് വീശുന്നത്. ഇത് എന്ത് എയർ ആണ്? ഹോട്ട് എയർ അല്ലെങ്കിൽ ചൂടായ വായു.
ഇത് ഈ പ്രദേശത്തിന്റെ തണുപ്പിനെ കൂട്ടുകയോ കുറയ്ക്കോ? തണുപ്പിനെ കുറയ്ക്കും. ഇവിടുത്തെ ചൂടിനെ കൂട്ടുകയും ഇവിടുത്തെ തണുപ്പിനെ എന്ത് ചെയ്യുകയും ചെയ്യും? കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ കാറ്റുകളുടെ വ്യത്യാസം ഉണ്ട് പറഞ്ഞു. പക്ഷെ ഈ സ്ഥലവും ഹോട്ട് തന്നെ ആയിരുന്നെങ്കിലോ, ഈ സ്ഥലവും ഹോട്ടായിട്ടുള്ള പ്രദേശം തന്നെയാണെങ്കിൽ ഇവിടുത്തെ ചൂട് വളരെയധികം കൂടില്ലേ? അതേപോലെ ഇവിടെ ഇത് കോൾഡ് രണ്ട് വീശുന്ന കാറ്റ് കൂടുതലും അവിടുത്തെ തണുപ്പ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ കാറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു പ്രദേശത്തിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടുകയും അതേപോലെ എന്ത് ചെയ്യാറുണ്ട്? കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. ഐസോതെർമ്സ് ഒന്നുകൂടി പറഞ്ഞു തരാമോ? ഒന്നുകൂടി പറയാം. അപ്പോൾ ജസ്റ്റ് മിനിറ്റ് ഇതൊന്ന് പറഞ്ഞു നിർത്തുകൂടെ ജസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വിൻഡ് ഒരു പ്രദേശത്തിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. വിൻഡ് എന്ത് ചെയ്യാറുണ്ട്? ഒരു പ്രദേശത്തിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. അത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ 4 ഘടകങ്ങൾ പറഞ്ഞു. ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, അതേപോലെ ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, അതേപോലെ എന്താണ്? അതായത് അക്ഷാംശ സ്ഥാനം, ഉയരം, നിയർനെസ് ഓഫ് ഓഷൻ, സമുദ്ര സാമീപ്യം, അതേപോലെ വിൻഡ്. ഇപ്പോൾ വിൻഡ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്റ്റായി മാറിയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി കുറച്ച്